സോ നമ്മൾ നോക്കാനാണ് ഇൻ്റർനാഷണൽ ബ്രേക്ക് തുടങ്ങിയിരിക്കുകയാണ്. സോ ക്ലബ് ഫുട്ബോളിന് കുറച്ച് കാലത്തേക്ക് ഒരു രണ്ടാഴ്ചയിലേക്ക് ബ്രേക്കാണ്. ഇൻ്റർനാഷണൽ ഫുട്ബോൾ വരികയാണ്. സോ ഈ ബ്രേക്കിനിടയ്ക്ക് കുറേ കിടിലൻ മാച്ചുകളുണ്ട്. ഇംഗ്ലണ്ട്, ബ്രസീൽ, സ്പെയിൻ, ബ്രസീൽ, ജർമ്മനി, ഫ്രാൻസ്, ജർമ്മനി, നെതർലൻഡ്സ്, ഒത്തിരി നല്ല മാച്ചുകളുണ്ട്. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് ഫുട്ബോൾ ഡെയിലിയുടെ മറ്റൊരു എപ്പിസോഡാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ആഴ്ചകളിൽ ട്രാൻസ്ഫർ ന്യൂസുകളും കൂടാതെ മറ്റു പല ഡിസ്കഷൻസ് നടത്താൻ, കൂടാതെ ചാമ്പ്യൻസ് ലീഗ് മാച്ചുകളിലേക്കൊക്കെ കൂടുതൽ ഫോക്കസ് കൊടുക്കാം. സോ ഇന്ന് നമ്മളൊരു ഫുട്ബോൾ ഡെയിലി എപ്പിസോഡോട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് പറയാനായിട്ടുള്ള RB ലൈപ്സിഗിൻ്റെ സെൻട്രൽ ഫോർവേഡായ ബെഞ്ചമിൻ സെസ്കോനെ കുറിച്ചാണ്. സോ നമുക്കറിയാം സെസ്കോ ഈ സീസണിൽ 34 കളിയിൽ നിന്ന് ലൈപ്സിഗിന് വേണ്ടി 11 ഗോൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. സോ ഓൾ കോമ്പറ്റീഷൻ. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആ ടീമിലെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ്. വളരെ എന്താ പറയുക, സൂപ്പർബായ ഒരു പ്ലെയറാണ്. പല ക്ലബ്സുകളും റഡാറിലുള്ള ഒരു ടാർഗറ്റാണ്. സോ വൺ ഓഫ് ദ ചീപ്പർ ഓപ്ഷൻസ് ആയിരിക്കും അവൈലബിൾ എന്നാണ് ഡെയിലി മിററൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ നമുക്കറിയാം ഇപ്പോഴത്തെ സ്ട്രൈക്കേഴ്സിനൊക്കെ മിനിമം 70 മില്യൺ 80 മില്യൺ കുറഞ്ഞ ഒരു സ്ട്രൈക്കർ കിട്ടാറില്ല. സോ ആൾക്ക് 43 മില്യൺ പൗണ്ട്സ് ആണ് RB ലൈപ്സിഗ് ഡിമാൻഡ് ചെയ്യുന്നതെന്ന്. സോ ഹി മൈറ്റ് ബി അവൈലബിൾ അറൌണ്ട് ഒരു 40 to 50 മില്യൺ ഇടയ്ക്ക്, പൗണ്ട്സിനിടയ്ക്ക്. 43 മില്യൺ ആണ് മിറർ റിപ്പോർട്ട് ചെയ്യുന്ന എമൗണ്ട്. 43 മില്യൺ പൗണ്ട്സ് താരം അവൈലബിൾ ആണ്. പല ക്ലബ്ബുകളും, എസ്പെഷ്യലി നമ്മൾ നോക്കാനായിട്ടാണ് ആർസണലൊക്കെ ലിങ്ക് കാണുന്നുണ്ട്. ആർസണലിൻ്റെ പ്രയോറിറ്റി ടാർഗറ്റ് മറ്റു പലരുമാണ്, പക്ഷേ അഥവാ ഒരു സെക്കൻഡറി ടാർഗറ്റായിട്ട് നോക്കുന്ന ഒരു താരമാണ് സെസ്കോ. പല ക്ലബ്ബുകളും സെസ്കോയുടെ മാച്ചസ് ഒക്കെ റീസെൻ്റ്ലി കാണാനായിട്ട് സ്കൗട്ടുകളൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്രൊഫൈലാണ് സെസ്കോ. അവിടുന്ന് നേരെ നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് പറയാൻ വന്നിരിക്കുന്നത്. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സർ ജിം റാറ്റ്ക്ലിഫ് ആൻഡ് ടീം മിഡ്ഫീൽഡിൽ ഒരു എന്നാ പറയുക, ഒരു ഫ്ലെയർ ഉള്ള ഒരു ക്രിയേറ്റീവ് വർക്ക് ഫോഴ്സ് മിഡ്ഫീൽഡിൽ ആഡ് ചെയ്യണം എന്നുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെന്നും. സോ ഇപ്പോൾ മാൻ യുണൈറ്റഡ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പല താരങ്ങളുമായിട്ട് ലിങ്ക്സ് ഉണ്ട്. സോ ഒരു മിഡ്ഫീൽഡർ പ്രയോറിറ്റി സൈനിങ് ആയിട്ട് മാൻ യുണൈറ്റഡ് കൺസിഡർ ചെയ്യുന്നുണ്ടും, അലോങ് വിത്ത് ലെഫ്റ്റ് ബാക്ക്, സെൻറ്റർ ബാക്ക് ആൻഡ് ആൻ അറ്റാക്കർ, എസ്പെഷ്യലി എ വിങ്ങർ. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മാൻ യുണൈറ്റഡ് മിഡ്ഫീൽഡിൽ ഇപ്പം ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറായിട്ട് കേൾക്കുന്നത് പക്വറ്റയാണ്, ലൂക്കാസ് പക്വറ്റ. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വെസ്റ്റ് ഹാമിൻ്റെ താരം. സോ ഈ സീസണിൽ വെസ്റ്റ് ഹാമിന് വേണ്ടി 3 ഗോളും 5 അസിസ്റ്റും ലീഗ് നേടി, 4 ഗോൾ യൂറോപ്പ ലീഗ് നേടിയിട്ടുണ്ട്. സോ നമുക്കറിയാം ബെറ്റിംഗ് ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ നിന്നൊക്കെ ഇപ്പം ഫ്രീ ആയ കാര്യം ഓക്കെയാണ്. സോ മാഞ്ചസ്റ്റർ സിറ്റിയും താരത്തിൻ്റെ പിന്നാലെ ഉണ്ട്. സോ കേൾക്കുന്നത് അറൗണ്ട് 80 മില്യൺ പ്ലസ് ആയിരിക്കും ലൂക്കാസ് പക്വറ്റയ്ക്ക് വേണ്ടി വെസ്റ്റ് ഹാം ഡിമാൻഡ് ചെയ്യുന്നതാണ് ഇപ്പം കേൾക്കുന്ന റിപ്പോർട്ടുകൾ. സോ ഡെയിലി എക്സ്പ്രസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, മാൻ യുണൈറ്റഡിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഹാരി മഗ്വയറിൽ വെസ്റ്റ് ഹാം സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണ്. ഡേവിഡ് മോയ്സ് സീരിയസ് ഇൻട്രസ്റ്റ് ആണ്. 2025 ഹാരി മഗ്വയറിൻ്റെ ഡീൽ എൻഡ് ചെയ്യും. സോ ഹാരി മഗ്വയർ ഈ സീസണിലെ പെർഫോമൻസ് ഒക്കെ വെച്ച് മേ ബി ലാസ്റ്റ് സീസൺ ഒരു 30 മില്യൺ പൗണ്ട്സിൻ്റെ ലാസ്റ്റ് മൂവ്മെൻറ്റ് ബ്രേക്ക് ആയിരുന്നു. സോ അതിന് മേളിൽ ഒരു എമൗണ്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ അത് പ്ലസ് ഒരു 50 മില്യണോ അല്ലെങ്കിൽ ഒരു 40 മില്യണോ ക്യാഷ് കൊടുത്ത് പക്വറ്റനെ എടുക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ്. സർ ജിം റാറ്റ്ക്ലിഫ് ആൻഡ് ടീം ഹൈലി റേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് പക്വറ്റ. സോ ആളെ സീരിയസ്ലി യുണൈറ്റഡ് ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷേ സിറ്റി ആയിരിക്കും ഇപ്പം ഫ്രണ്ട് റണ്ണേഴ്സ് എന്നാണ് കേൾക്കുന്നത്. സോ നമുക്കറിയാം പക്വറ്റയുടെ ചോയ്സും സിറ്റിയാണ്. ആളും സിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വളരെയധികം ആഗ്രഹിച്ചു നിന്നിരുന്നു. പക്ഷേ ആ ബെറ്റിംഗ് ഇൻസിഡൻ്റ് ആണ് സത്യം പറഞ്ഞാൽ എല്ലാം ഇഷ്യൂ ആക്കിയത്. പക്ഷേ ഇപ്പോൾ എല്ലാം സോൾഡ് ആണ്. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എന്താവും നോക്കാം. എന്തായാലും 2 മാഞ്ചസ്റ്റർ ക്ലബ്ബുകൾക്കും ഇടയിൽ പക്വറ്റയ്ക്ക് വേണ്ടി ഈ സമ്മറിലൊരു ചെറിയൊരു വാർ നടക്കാനായിട്ടുള്ള സാധ്യത തള്ളിക്കറിയേണ്ട. സോ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എന്താണ് യുണൈറ്റഡ് ഫാൻസ് ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ബ്രിങ്ങിങ് ഓൺ പക്വറ്റ? അടിപൊളി പ്ലെയറാണ്. അടിപൊളി യുണൈറ്റഡിന് ഇപ്പോൾ മിഡ്ഫീൽഡിൽ ആവശ്യമുള്ള ടൈപ്പ് ഒരു പ്ലെയർ പ്രൊവൈഡ് ചെയ്യുന്ന ക്രിയേറ്റീവ് വർക്ക് ഫോഴ്സ് ആയിട്ടുള്ള ഒരു പ്ലെയർ അത്യാവശ്യമാണ്. സോ നമുക്കറിയാം ഓൺ ദ ബോൾ എബിലിറ്റി ഒക്കെ പക്വറ്റ അടിപൊളിയാണ്. സോ അവിടെ നിന്ന് നമ്മൾ നേരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ, ബൊറുസിയ ഡോർട്ട്മുണ്ട് 35 മില്യൺ യൂറോസ് സാൻജോയ്ക്ക് വേണ്ടി പേ ചെയ്യാൻ റെഡിയാണെന്നാണ് കേൾക്കുന്നത്. സോ യുണൈറ്റഡ് ഡിമാൻഡിങ് 50 മില്യൺ യൂറോസ് ഫോർ സാൻജോ. പക്ഷേ 35 മില്യനാണ് ബൊറുസിയ ഡോർട്ട്മുണ്ടിൻ്റെ അവസാന വാല്യുവേഷൻ എന്നാണ് പ്ലറ്റംബർഗ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ആസ് പെർ റിപ്പോർട്ട്സ് ജേതൻ സാൻജോയുടെ വേജസ് എന്തായാലും റെഡ്യൂസ് ചെയ്തേ പറ്റൂ. സോ നമുക്കറിയാം സാൻജോ വൺ ഓഫ് ദ ഹയസ്റ്റ് ഏർണിംഗ് പ്ലേയേഴ്സാണ്. അന്യായ വേജസിലാണ് ആൾ. ഇപ്പോഴാണെങ്കിലും സാൻജോയുടെ മോർ ദാൻ 50% വേജും കവർ ചെയ്യുന്ന യുണൈറ്റഡ് ആണ് ഈ ലോൺ ഡീലിലും. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും ഈ ഒരു വേജിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ കൺഫ്യൂഷൻ. 35 മില്യൺ ബൊറുസിയ പേ ചെയ്യാൻ റെഡിയാണ്. ബട്ട് സാൻജോ മാസീവ് വേജ് കട്ട് എടുക്കേണ്ടി വരും. സോ ഈ കേൾക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സാൻജോ എടുക്കുന്ന ഈ വേജ് കട്ടിൻ്റെ ഒരു കോമ്പൻസേഷൻ മേ ബി യുണൈറ്റഡ് പേ ചെയ്യേണ്ടി വരണം. മേ ബി അത് സാൻജോയുടെ ഏജൻറ്റ് ഡിമാൻഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ നമുക്ക് എന്താവുമെന്ന് കണ്ടു നോക്കാം. എന്തായാലും യുണൈറ്റഡ് വാണ്ട് ടു സെൽ സാൻജോ എന്നാണ് കേൾക്കുന്നത്. സാൻജോ വാണ്ട്സ് ടു ജോയിൻ ബൊറുസിയ ഡോർട്ട്മുണ്ട്. പക്ഷേ ബൊറുസിയ ഡോർട്ട്മുണ്ടിന് സാൻജോയ്ക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി കുറച്ച് സാക്രിഫൈസസ് നേടിയേ പറ്റൂ. സോ നമുക്ക് നോക്കാം എന്തായാലും യുണൈറ്റഡും സാൻജോയും തമ്മിൽ, അതായത് യുണൈറ്റഡും ബൊറുസിയ ഡോർട്ട്മുണ്ടും തമ്മിൽ ഒരു ഡീലിൽ എത്തിച്ചേരുമെന്ന്. എന്തായാലും നല്ല വേജ് റിഡക്ഷൻ എടുക്കേണ്ടി വരും. അത് എടുക്കേണ്ട വന്നാൽ യുണൈറ്റഡിന് അതിൽ നിന്ന് കോമ്പൻസേഷൻ പേ ചെയ്യേണ്ടി വരുമെന്ന് അറിയത്തില്ല ടു സാൻജോ. സോ അവിടെ നമ്മൾ നേരെ ഒളിമ്പിക്സിൽ നമ്മളറിയാം കിലിയൻ എംബാപ്പെ കളിക്കാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആയിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മറ്റേ മൊറോട്ടയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ
ഇഫ് റയൽ മാഡ്രിഡിലോട്ടാണ് കിലിയൻ എംബാപ്പെ എത്തുന്നത് ഓൾമോസ്റ്റ് ഒരു ഓപ്പൺ സീക്രട്ടാണ്. സോ റയൽ മാഡ്രിഡ് ഡിമാൻഡ് ചെയ്യുകയാണ് സമ്മറിൽ ഒളിമ്പിക്സിന് കളിക്കാൻ പറ്റത്തില്ല, കിലിയൻ എംബാപ്പേനെ വിടാൻ പറ്റത്തില്ല എന്ന് ഫ്രഞ്ച് എഫ് എയോടും മറ്റുമൊക്കെ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ അത് കിലിയൻ എംബാപ്പയും ഫ്രഞ്ച് എഫ് എയും കേൾക്കുമെന്നും ഹി വോണ്ട് ബി ഫോഴ്സ് ടു. കിലിയൻ എംബാപ്പയുടെ ആഗ്രഹത്തിന് അഗെയിൻസ്റ്റ് പുള്ളീനെ ഒളിമ്പിക്സ് അഥവാ റയൽ മാഡ്രിഡ് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ഒളിമ്പിക്സിന് കിലിയൻ എംബാപ്പേനെ കളിപ്പിക്കാനായിട്ട് അഥവാ സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ എടുത്തില്ലെന്ന് ഉള്ള ഡിസിഷൻ എടുക്കുമെന്നും മറ്റേ മൊറോട്ടയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്കറിയാം ഇപ്പം ഈ വർഷം പാരീസിലാണ് ഒളിമ്പിക്സ് നടക്കുന്നത്. സോ അവിടുത്തെ ഫേസ് ഓഫ് ദ പ്രോജക്റ്റാണ്, ഫേസ് ഓഫ് ദ ആ ഒരു ഒളിമ്പിക്സിൻ്റെ തന്നെ ഫേസ് ആണ്, അവരുടെ ബിഗസ്റ്റ് സ്റ്റാറാണ്. സോ നമുക്കറിയാം കിലിയൻ എംബാപ്പെ അറൗണ്ട് ചെയ്താണ് അത് ഫുൾ സർക്കുലേറ്റ് ചെയ്യുന്നത്. സോ അവിടുത്തെ ഇപ്പോഴത്തെ ഫ്രാൻസിലെ ബിഗസ്റ്റ് സ്റ്റാറാണ് കിലിയൻ എംബാപ്പെ. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കിലിയൻ എംബാപ്പെ കളിപ്പിക്കാനായിട്ട് ഫ്രാൻസ് നാഷണൽ ടീമിന് എന്തായാലും ആഗ്രഹം കാണും, 100% ഉറപ്പാണ്. പക്ഷേ റയൽ മാഡ്രിഡ് ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് പ്രീ സീസണിന് കിട്ടണം ആളെ ഡിമാൻഡ് ചെയ്താൽ. കാരണം ഒളിമ്പിക്സിന് പോവുകയാണെങ്കിൽ പ്രീ സീസൺ മിസ്സാവും, ടീമിനോടൊപ്പം ട്രെയിനിങ് മിസ്സാവും. സോ കിലിയൻ എംബാപ്പെ ഓൾസോ നോസ് നമുക്കറിയാം ഒരു ടീമിൽ ചെല്ലുമ്പം ഫസ്റ്റ് സീസൺ തന്നെ ഫാൻസിനെ കയ്യിലെടുക്കണം. സോ റയൽ മാഡ്രിഡ് നമുക്കറിയാം ഫുൾ സൂപ്പർ സ്റ്റാർ പ്ലേയേഴ്സാണ്. സോ അവിടെ കോമ്പറ്റീഷൻ വളരെ ഹൈ ആണ്. അതിനാൽ തന്നെ കിലിയൻ എംബാപ്പെ പ്രീ സീസണിൽ ജോയിൻ ചെയ്യണം, റയലുമായിട്ട് കൂടുതൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ചെയ്യണം എന്നിട്ടുള്ള സാധ്യത തള്ളിക്കളയേണ്ടില്ല. സോ മിക്കവാറും ആൾ ഒളിമ്പിക്സ് മിസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ ഹൈ ആണ്. റയൽ മാഡ്രിഡ് എന്തായാലും ഡിമാൻഡ് ചെയ്യും ഒളിമ്പിക്സ് മിസ് ചെയ്യാനായിട്ട്, കാരണം അവർക്ക് അവരുടെ പ്ലെയറിനെ ഫിറ്റായിട്ട് അടിപൊളിയായിട്ട് കിട്ടണമല്ലേ. സോ എത്ര എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഹയസ്റ്റ് ഏർണിംഗ് പ്ലെയർ ഇൻ ദ ഹിസ്റ്ററി ആവാൻ പോകുന്ന പ്ലെയറാണ്. സോ അവിടെ നിന്ന് നേരെ നമ്മൾ മറ്റൊരു കാര്യങ്ങൾ ഇപ്പം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റയൽ മാഡ്രിഡ് ബേസ്ഡ് മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഇതെന്തുമാത്രം ട്രൂത്ത് ആണെന്ന് അറിയത്തില്ല. ഫ്ലോറന്റീനോ പെറസ് ഏപ്രിൽ 17 മാഞ്ചസ്റ്ററിലോട്ടൊരു ട്രാവൽ ചെയ്യുന്നുണ്ട്, എന്തോ മറ്റാവശ്യങ്ങൾക്കൊക്കെ ആയിട്ട്, എന്തോ ഒരു ഒഫീഷ്യൽ ട്രിപ്പിന് എന്തോ ഒരാവശ്യത്തിന് പോകുന്നുണ്ട് മാഞ്ചസ്റ്ററിൽ, പല ഡിസ്കഷൻസിനും മറ്റുമൊക്കെ ആയിട്ട്. സോ അതിനിടയ്ക്ക് ആൾ ഗർണാച്ചോനെ പേഴ്സണലി മീറ്റ് ചെയ്യാനായിട്ട് ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ഗർണാച്ചോനെ അദ്ദേഹത്തിൻ്റെ ഏജൻറ്റിനെയും മറ്റും മീറ്റ് ചെയ്യാനായിട്ട് ഫ്ലോറന്റീനോ പെറസ് ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പം റയൽ മാഡ്രിഡ് ബേസ്ഡ് മീഡിയാസ് കുറേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി മാഡ്രിഡ് ബേസ്ഡ് ന്യൂസുകൾ മാത്രം, റയൽ മാഡ്രിഡ് ബേസ്ഡ് ന്യൂസുകൾ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന മീഡിയാസ് ഒത്തിരി ഇത് കാര്യം സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഗർണാച്ചോ നെക്സ്റ്റ് സീസണിലേക്കല്ല, മേ ബി ആഫ്റ്റർ ദാറ്റ് 2025 മേ ബി വൺ ഓഫ് റയൽ മാഡ്രിഡ്സ് ടാർഗറ്റ് ആണെന്ന് നല്ല റിപ്പോർട്ട്സ് ഉണ്ട്. റയൽ മാഡ്രിഡ് റേറ്റ് ഗർണാച്ചോ സോ ഹൈലി. സോ ഫ്ലോറന്റീനോ പെറസ് മൈറ്റ് ഹാവ് എ മീറ്റിംഗ് വിത്ത് ഏപ്രിൽ 17 ആൾ മാഞ്ചസ്റ്ററിലോട്ട് ട്രാവൽ ചെയ്യുന്നത്. സോ അന്ന് വല്ല ന്യൂസുകൾ വരുമ്പോൾ നമുക്ക് കണ്ടു നോക്കാം. എന്തായാലും മീറ്റിംഗ് നടക്കാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണെന്നാണ് മാഡ്രിഡ് ബേസ്ഡ് മീഡിയാസിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സോ അവിടെ നിന്ന് നമ്മൾ നേരെ ചെൽസിയുടെ കാര്യത്തിലോട്ട് കിടക്കുകയാണെങ്കിൽ നമുക്കറിയാം ചെൽസിയുടെ ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് അറ്റാക്കർ ആരാന്ന് ചോദിച്ചാൽ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ലാതെ 21 വയസ്സുകാരനായ ഇംഗ്ലീഷ് പ്ലെയർ കോൾ പാൾമറാണ്. സോ ആൾ 2030 വരെ ഒരു ലോങ് ടൈം കോൺട്രാക്റ്റ് ആണ് സൈൻ ചെയ്തത്. കറൻ്റ്ലി ഹി ഈസ് ഏണിംഗ് £75,000 പെർ വീക്ക്. അത് 1,50,000 പൗണ്ട്സ് പെർ വീക്ക് ആക്കാനായിട്ട് ചെൽസി ഡിസൈഡ് ചെയ്തിരിക്കുകയാണ്. സോ കൂടുതലും താരത്തിന് മറ്റ് ക്ലബ്ബുകളെ അപ്രോച്ച് ചെയ്താൽ റിജക്റ്റ് ചെയ്യാനായിട്ടും, കൂടാതെ ആളുടെ ഇപ്പോഴത്തെ പെർഫോമൻസിന് ഡെഫിനറ്റ്ലി സാലറി ഇൻക്രീസ് ഡിമാൻഡ് ഇത് കൊടുത്തേ പറ്റും എന്നുള്ള ഡിസിഷൻ എത്തിയിരിക്കുകയാണ്. സോ 75,000 നിന്നും 1,50,000 ഉയർത്താൻ പോവുകയാണ്. സോ ഡെഫിനറ്റ്ലി ചെൽസിയുടെ വൺ ഓഫ് ദ ബെറ്റർ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. വെറും 43 മില്യൺ പൗണ്ട്സിന് മൊത്തമാണ് സിറ്റിയിൽ നിന്ന് 21 വയസ്സുകാരനെ എത്തിച്ചത്. സോ സൈനിങ് സമയത്ത് കുറേ പേര് ക്വസ്റ്റ്യൻ ചെയ്തൊരു സൈനിങ് ഇത് ആവശ്യമുള്ളതാണോ ചെൽസിക്ക് എന്ന് പറഞ്ഞു. പക്ഷേ വന്നപ്പോഴേക്കും ചെൽസിയുടെ ഏറ്റവും ബെസ്റ്റ് സൈനിങ്ങുകൾ ഒന്നായി ഇത് മാറിയിരിക്കുകയാണ്. അടിപൊളി പ്ലെയറാണ്. നമുക്കറിയാം 11 ഗോളും 8 അസിസ്റ്റും ലീഗിൽ തന്നെ ആൾ 23 മാച്ചസ് ചെൽസിക്ക് വേണ്ടി നേടിക്കൊടുത്തു. സോ സൂപ്പർ പ്ലെയർ. അവിടെ നിന്ന് നമ്മൾ നേരെ നമ്മൾ നോക്കാനായിട്ടാണ് ക്രിസ്ത്യൻ ഫോഗിൻ്റെ റിപ്പോർട്ട്സുകൾ നോക്കുകയാണെങ്കിൽ ലിവർപൂൾ സീരിയസ്ലി മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കാനായിട്ടാണ് ഡോണിയൽ മാലനെ, നമുക്കറിയാം ഡച്ച് വിങ്ങറായ ഡോണിയൽ മാലനെ ലിവർപൂളും മാൻ യുണൈറ്റഡ് ലിങ്ക്സും ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പം ലിവർപൂൾ താരത്തിനെ നോക്കുന്നുണ്ടെന്ന് ക്രിസ്ത്യൻ ഫോക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നോക്കാം എന്താവുമെന്ന്. എന്തായാലും താരം ഈ സീസൺ 11 ഗോളും 1 അസിസ്റ്റുമാണ് ലീഗിൽ നേടിയിരിക്കുന്നത് ഫോർ ബൊറുസിയ ഡോർട്ട്മുണ്ട്. ഡച്ച് വിങ്ങർ ആൾക്ക് തിരിച്ച് പ്രീമിയർ ലീഗിലോട്ട് വരാനായിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു റീസെൻ്റ്ലി. ആൻഡ് 40 മില്യൺ യൂറോസ് ഈസ് അഫോർഡബിൾ ഫോർ മെനി ക്ലബ്സ്. സോ മാലൻ നെക്സ്റ്റ് വിൻഡോയിൽ ബൊറുസിയ ഡോർട്ട്മുണ്ട് ഇടാനായിട്ടുള്ള ചാൻസ് വളരെ ഹൈ ആണ്. സോ ലിവർപൂൾ താരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. മേ ബി ഒരു ടാർഗറ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് ക്രിസ്ത്യൻ ഫോക്കാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം എന്താവുമെന്ന്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇപ്പോഴത്തെ ഹോട്ട് പ്രോസ്പെക്റ്റിൽ ഒരാളായ സ്കാൽവിനെ കുറിച്ച് പറഞ്ഞേ പറ്റൂ. സോ റീസെൻറ്റ് റിപ്പോർട്ടുകൾ പ്രകാരം മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ചെൽസി ആൻഡ് മാഞ്ചസ്റ്റർ സിറ്റിക്കിടയിൽ നല്ലൊരു ബാറ്റിൽ നെക്സ്റ്റ് സമ്മറിൽ ഈ സമ്മർ വിൻഡോയിൽ സ്കാൽവിനിക്ക് വേണ്ടി നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. 3 ക്ലബ്ബുകളുടെയും സ്കൗട്ടുകൾ കൂടാതെ റയൽ മാഡ്രിഡും
റയൽ മാഡ്രിഡ് ലെനിയോറോയിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ബട്ട് റയൽ മാഡ്രിഡ് ഈസ് ഓൾസോ സംഹൗ ഇൻട്രസ്റ്റഡ്. ബട്ട് ചെൽസി, സിറ്റി, യുണൈറ്റഡ് 3 ക്ലബ്ബുകളും താരത്തിനെ സീരിയസ്ലി റേറ്റ് ചെയ്യുന്നുണ്ടെന്നും താരത്തെ സീരിയസ്ലി ഫോളോ ചെയ്യുന്നതാണ് റിപ്പോർട്ടുകൾ കേൾക്കുന്നത്. 20 വയസ്സുകാരനായ 194 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഈ ഇറ്റാലിയൻ ഡിഫൻഡർ 2028 വരെയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അറ്റ്ലാന്റയായിട്ടുള്ളത്. സോ 1.5 മില്യൺ യൂറോസാണ് ആൾ ടാക്സിന് ശേഷം പെർ ഇയർ ഏൺ ചെയ്യുന്നത്. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ 60 to 65 ഒരു 60 മില്യൺ എന്തായാലും ആൾക്ക് കോസ്റ്റ് ആവുമെന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ. 60 മില്യൺ യൂറോസാണ് അറ്റ്ലാന്റ ഡിമാൻഡ് ചെയ്യുന്നതെന്ന് കേൾക്കുന്നു. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ താരത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് നമ്മൾ എടുത്തു നോക്കുക. നമുക്ക് പ്ലെയർ അനാലിസിസ് ഒക്കെ പിന്നീട് ചെയ്യാം. ലുക്സ് ലൈക്ക് എ റിയലി പ്രോമിസിങ് സ്റ്റാർ, ഓൺ ദ ബോൾ സൂപ്പർ, ഇൻ്റർസെപ്ഷൻസ് അടിപൊളിയാണ്, ടാക്ലിംഗ് നൈസാണ്, ഗെയിം റീഡിങ് അബിലിറ്റി 20 വയസ്സിൽ തന്നെ ഗെയിം റീഡിങ് അബിലിറ്റി, ഷോർട്ട് പാസസ് 1-2 പാസസ് പ്ലേ ചെയ്യാനായിട്ട് നമുക്കറിയാം. ഗ്യാസ്പ്രീനി സിസ്റ്റത്തിൽ കളിക്കുമ്പോൾ ഡിഫൻഡേഴ്സിന് പുള്ളി കൂടുതൽ ഡിമാൻഡ് ചെയ്യും. സോ ആളെ ബസ്തോണിയായിട്ടുള്ള കമ്പാരിസൺസ് ഇപ്പം കാണുന്നുണ്ട്. എന്താണ് ബസ്തോണി ലെവലാണെന്നൊന്നും അല്ല, ബട്ട് ബസ്തോണി കമ്പാരിസൺസ് വരാറുണ്ട്. അത് ഓൺ ദ ബോൾ അബിലിറ്റി സൂപ്പർബാണ്. ആസ് എ ഡിഫൻഡർ ഹീ സൂപ്പർ, ഫിസിക്കലി സ്ട്രോങ്, ടോൾ, റിയലി ഗുഡ് ഓൺ ദ ബോൾ. സോ വൈ സിറ്റി, യുണൈറ്റഡ് ആൻഡ് ചെൽസി ആർ ഇൻട്രസ്റ്റഡ് എന്ന് മനസ്സിലാക്കാം. സോ നമുക്ക് നോക്കാം എന്താണെന്ന്. സാർ ജിം റാറ്റ്ക്ലിഫ് ആൻഡ് ടീം സ്കൗട്ടുകളെയും മറ്റുമൊക്കെ സ്കാൽവിനി അറ്റ്ലാന്റ മാച്ചസ് കാണാനായിട്ട് വിട്ടിരുന്നു എന്ന് കേൾക്കുന്നു. സോ ലിവർപൂളുമായിട്ട് അറ്റ്ലാന്റയുടെ യൂറോപ്പ ലീഗ് മാച്ചസ് വരുന്നുണ്ട്. സോ എനിക്ക് ഉറപ്പാണ് അതിൽ വല്ല ആൾ ഷൈൻ ചെയ്താൽ ആളുടെ ഡിമാൻഡ് എന്തായാലും കൂടാൻ പോകണം. ഓൾറെഡി പ്രീമിയർ ലീഗിലെ ടോപ്പ് 3 ക്ലബ്ബുകൾ ആളുടെ പുറകെയുണ്ട്. സോ ഇതൊക്കെയാണ് ഇപ്പം കേൾക്കുന്ന ന്യൂസുകൾ ഫുട്ബോളിംഗ് വേൾഡിൽ. സോ വേറെ കുറച്ച് റിപ്പോർട്ടുകളുണ്ട്, അതൊക്കെയായിട്ട് നമുക്ക് പിന്നീട് വരാം. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ ക്ലബ്ബ് സൈനിങ്സുകൾ ഇപ്പം പറഞ്ഞ ന്യൂസുകളിൽ മാൻ യുണൈറ്റഡ് റൂമേഴ്സ് കുറച്ച് കൂടുതൽ ഇപ്പം വരുന്നുണ്ട്. അതുപോലെ തന്നെ ലിവർപൂളുമായിട്ട് മാലിനെ ലിങ്ക് ചെയ്ത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള സൈനിങ്ങുകളാണ് അതൊക്കെ, നമുക്ക് കണ്ടു നോക്കാം. എന്തായാലും പക്വേറ്റ ഡീല് രസമായിരിക്കും. ഐ തിങ്ക് പക്വേറ്റ പോലത്തെ ഒരു സൈനിങ് യുണൈറ്റഡിന് വളരെ നല്ലതായിരിക്കും. മിഡ്ഫീൽഡിൽ വേണ്ട ഒരു ടൈപ്പ് ഓഫ് പ്രൊഫൈലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് മറ്റൊരു വീഡിയോ കാണാതെ വരേക്കും. ബൈ.